അയ്യുറബ്ബിയ റജുലു ജർവൽ കൽബി ഖൈറുൽ ലഹു മിൻ അയ്യുറബ്ബിയ വലദൻ ലഹു. നന്ദി കെട്ടവരുടെ കാലമാണ് ആഖിർ സമാൻ. ഒരു നായക്കുട്ടിയെ പോറ്റി വളർത്തലായിരിക്കും മക്കളെ വളർത്തുന്നതിനേക്കാൾ നല്ലത്. പുണ്യ റസൂൽ. ബെഞ്ചമിൻ നെതന്യാഹു, ദി ലാസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ എന്ന വിഷയത്തിൽ ഇസ്രായേലിൽ പുസ്തകമുണ്ട്. (2048) ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷമായ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. 2100 ലോകാവസാനം സംഭവിക്കും എന്നതാണ് ജൂതവീക്ഷണം. നമ്മൾ അങ്ങനെ ഡേറ്റ് പറയൂല. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ ഫീമ അൻത മിൻ ദിക്റാഹാ ഇലാ റബ്ബിക മുൻതഹാഹാ ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹാ. ഇതാണ് നമ്മുടെ വീക്ഷണം. അത് പറയണ്ട, അല്ലാഹുവിൽ നിഷിദ്ധമാണ്. പക്ഷേ അടയാളങ്ങളായി കഴിഞ്ഞു. എന്താ അടയാളം? അടിമ ഉടമയെ പ്രസവിക്കുക. ആഖിർ സമാനിൽ കടം അധികരിക്കും. എന്തുകൊണ്ട്? സ്വപ്നം അധികരിക്കും. സ്വപ്നം കൂടുമ്പോൾ കടം കൂടും, സ്വപ്നം കുറഞ്ഞാൽ കടം കുറയും. കടത്തിന്റെ ആധാരം സ്വപ്നമാണ്. അതാണ് കാര്യം. ആഖിർ സമാനിലെ ജനങ്ങളെല്ലാം സ്വപ്നത്തിലാണ് ജീവിക്കുക. വലിയ പുര കെട്ടണം, വലിയ ആളാകണം, വലിയ 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 എല്ലാം വലിയ വലിയ ആളാണ്, വലിയ വീട് കെട്ടണം, എല്ലാം വലിയ വലിയ വലിയ. ഇത് മനുഷ്യനെ കടക്കാരനാക്കും. തക്സുറു തിജാറ വതഖില്ലുൽ അർബാഹ്. ആഖിർ സമാനായാൽ കച്ചവടം അധികരിക്കും, പക്ഷേ ലാഭം കുറയും. പുണ്യ റസൂൽ പറഞ്ഞു, എവിടെയും കച്ചവടമായിരിക്കും, പക്ഷെ ലാഭം ഉണ്ടാവില്ല. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. പിന്നെ വലിയ വലിയ ആളുകളായതുകൊണ്ട് സാധാരണ പണിക്കൊന്നും പോവില്ല. ബീഹാരി എടുക്കുന്ന പണി നമ്മൾ ബീഹാർ പോയാൽ എടുക്കും, കേരളത്തിലെടുക്കൂല. ബീഹാരിക്ക് ബീഹാരിന്റെ നാട്ടിൽ പണിയില്ല, അങ്ങനെ അവിടെ വന്നു. അതേ പണി നമുക്കുണ്ട്, 1000 റുപ്യം കിട്ടും, എടുക്കൂല. എന്തേ? വലിയ ആളാണ്. അപ്പോൾ കടം അധികരിക്കും. പിന്നെ മക്കൾ സ്വാരിയാകാനാ കൂടുതൽ ആളുകൾ പറഞ്ഞ്. അതെല്ലാവരുടെ പ്രശ്നം അതാണ്. നന്ദി കെട്ടവരുടെ കാലമാണ് ആഖിർ സമാൻ. ഒരു നായക്കുട്ടിയെ പോറ്റി വളർത്തലായിരിക്കും മക്കളെ വളർത്തുന്നതിനേക്കാൾ നല്ലത്. പുണ്യ റസൂൽ. ആഖിർ സമാനിലെ മക്കളായിരിക്കും ഏറ്റവും വലിയ ഉപദ്രവം. ഒരു നന്നാക്കാൻ കഴിയില്ല. പാപ്പയോട് ഒരു അദബ് അവർ പാലിക്കൂല, അമ്മയോട് പാലിക്കൂല. എപ്പോഴാണ് ഖിയാമത്ത് നാൾ എന്ന് പുണ്യ റസൂലിനോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അൻതലിദൽ അമതു റബ്ബതഹാ. അടിമപ്പെണ്ണ് ഉടമയെ പ്രസവിച്ചാൽ ഖിയാമത്ത് നാളാണ്. ഇപ്പോൾ പ്രസവിക്കുന്നവൾ അടിമയും കുട്ടികൾ ഉടമകളുമാണ്. പിതാവ് അടിമയും മക്കൾ ഉടമകളുമാണ്. രണ്ടായിരത്തി 2024 ഇപ്പോൾ നമ്മളുള്ളത്. 21-ാം നൂറ്റാണ്ടിൽ 21-ാം നൂറ്റാണ്ടിൽ ഖിയാമത്ത് നാൾ നടക്കും എന്നത് ലോകത്തിന് വലിയ ചർച്ചയാണ്.
21-ാം നൂറ്റാണ്ടിൽ ഖിയാമത്ത് നാൾ സംഭവിക്കും എന്നുള്ള വിഷയത്തിൽ ആയിരക്കണക്കായ പുസ്തകങ്ങൾ ലോകത്ത് വന്നിട്ടുണ്ട്. പോപ്പ് ഫ്രാൻസിസിനെ കുറിച്ചുള്ള ഒരു പുസ്തകം യൂറോപ്പിൽ നിന്നൊരാൾ എനിക്ക് അയച്ചു തന്നു. പോപ്പ് ഫ്രാൻസിസ് ദി ലാസ്റ്റ് പോപ്പ് എന്ന പുസ്തകത്തിന്റെ പേര്. ഇനി പോപ്പുമാർ ഉണ്ടാകൂല, ലോകം അവസാനിക്കും. ബെഞ്ചമിൻ നെതന്യാഹു ദി ലാസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ എന്ന വിഷയത്തിൽ ഇസ്രായേലിൽ പുസ്തകമുണ്ട്. '48 ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷമായ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. 2100 ലോകാവസാനം സംഭവിക്കും എന്നതാണ് ജൂതവീക്ഷണം. നമ്മൾ അങ്ങനെ ഡേറ്റ് പറയൂല. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ ഫീമ അൻത മിൻ ദിക്റാഹാ ഇലാ റബ്ബിക മുൻതഹാഹാ ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹാ. ഇതാണ് നമ്മളെ വീക്ഷണം. അത് പറയണ്ട, അള്ളാഹുവിൽ നിക്ഷിപ്തമാണ്. പക്ഷേ അടയാളങ്ങളായി കഴിഞ്ഞു. എന്താ അടയാളം? അടിമ ഉടമയെ പ്രസവിക്കുക. അസൂബത്തു ഖൈറും മിനൻ നിക്കാഹ്. ഒറ്റക്ക് പാർക്കലാണ് നിക്കാഹ്. പെണ്ണുങ്ങളെയും കൂട്ടി ജീവിക്കുന്നതിനേക്കാൾ നല്ലത്. അങ്ങനെ കാര്യം വരും. സ്വന്തം തടി നോക്കിയാൽ മതി, പെണ്ണുങ്ങളില്ല. അങ്ങനെയും വരും. പെണ്ണുങ്ങളുണ്ടെങ്കിലോ അവൾ ചെയ്യുന്ന ഹറാമോനെ അവന്റെ തലയിലാവും. യുദ്ഖിലുഹു ജഹന്നമ അഹ്ലുഹു. ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഒരാളെ അയാളുടെ ഭാര്യ നരകത്തിൽ കടത്തും. ഖിയാമത്ത് നാൾ അടുത്തു കഴിഞ്ഞാലുള്ള കാലത്ത് ഒരു മനുഷ്യനെ നരകത്തിൽ കടത്തിൽ അവന്റെ ഭാര്യയും. അപ്പോൾ സ്വഹാബികൾ ഹബീബിനോട് ചോദിച്ചു. സൽമാനുൽ ഫാരിസിയാണ് ഈ ഹദീസ് ഹബീബിൽ നിന്ന് കേൾക്കുന്നത്. ഇബ്നു അബീ ഹാത്തം തന്റെ മുസ്നദിൽ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിതാബ് എന്റെ കയ്യിലുണ്ട്. വെറുതെ പറയല്ല. സൽമാനുൽ ഫാരിസിയാണ് ഈ ഹദീസിന്റെ റിപ്പോർട്ടർ റളിയല്ലാഹു അൻഹു. ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഒരാളെ നരകത്തിൽ കടത്തുക അയാളുടെ ഭാര്യയായിരിക്കും അടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, വകൈഫ യാ റസൂലല്ലാഹ്, ഒരാളെ അയാളുടെ ഭാര്യ നരകത്തിൽ കടത്തുകയോ, അതെങ്ങനെ? അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, യുകല്ലിഫുഹു ബിമാ ലാ യുത്യിഖു ഫയക്സിബുൽ ഹറാമ ഫയദ്ഖുലുൻ നാറ. അവന് കഴിയാത്തത് അവൾ അവനോട് നിർബന്ധിക്കും. അപ്പോൾ ഫയക്സിബുൽ ഹറാമ, അപ്പോൾ അയാൾ ഹറാമ് ഹറാമ് സമ്പാദിക്കേണ്ടി വരും. ഫയദ്ഖുലുൻ നാറ, അങ്ങനെ നരകത്തിൽ കടക്കും. മനസ്സിലായോ? അവന് മാസം കിട്ടുന്നത് 15,000. അവന് മാസം കിട്ടുന്നത് 15,000. എന്നാൽ അവളെ ആവശ്യങ്ങൾ കേട്ടാൽ 30,000 45,000 തികയില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യേണ്ടി വരും? ബസ് സ്റ്റാൻഡിലുള്ള ഒരാൾ നിന്ന് പൊടി വാങ്ങി മലപ്പുറത്ത് കൊടുത്താളാ. മലപ്പുറത്ത് ആൾ വന്ന് പൊടി കൊടുത്തു. മലപ്പുറത്തെ പൊടി കൊണ്ടോട്ടി കൊടുത്തു. കൊണ്ടോട്ടിയിൽ നിന്ന് പൊടി വാങ്ങി മഫ്യൂസൽ ബസ് സ്റ്റാൻഡ് കൊടുത്തു. മഫ്യൂസൽ ബസ് സ്റ്റാൻഡിലെ പൊടി വാങ്ങി റെയിൽവേ സ്റ്റേഷനിൽ വേർത്തുണ്ട്. ഒരു ബീഡി കെട്ടി പോലെ ഒരുത്തൻ നിൽക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. ഓനാക്കി കൊണ്ടു കൊടുത്തു. അങ്ങനെ പൊടി കൊടുക്കേണ്ടി വരും. പത്തിരിപ്പൊടിയല്ലേ, അങ്ങനെ ഒരു പൊടിയുണ്ട്. അപ്പം 50,000 റുപ്യ അങ്ങനെ കിട്ടും. അപ്പം കുഴപ്പമില്ല.
ഇല്ലെങ്കിൽ പൊരയ്ക്ക് എല്ലാം വയ്യ, അവരെ മുഖം വീർത്ത മുഖം കണ്ടിട്ട് ബൻ പൊടി വാങ്ങിക്കൊടുത്തു, കഞ്ചാവ്, LSD. അപ്പൊ അങ്ങനെ ഒത്തു പൊടിക്കച്ചവടം ചെയ്യേണ്ടി വരും. ഫയദ്ഖുലുന്നാറ, ജനങ്ങൾക്ക് പൊടി വാങ്ങി കൊടുത്തത് കൊണ്ട് നരകത്ത് കിടക്കും. ആരാ കാരണം? ആരാ കാരണം? ഓൻ്റെ ഓള്. ആഖിർ സമാനായാൽ ഭാര്യമാർ ഭർത്താക്കന്മാരെ നരകത്ത് കിടത്തും. എന്നോട് കണ്ണുരുട്ടിയിട്ട് കാര്യമില്ല, മുത്തുനബി പറഞ്ഞാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അത് ചെയ്യും. എന്തുകൊണ്ട്? പെണ്ണിന് ആവണങ്ങളെ ആവശ്യമില്ലാത്തൊരു കാലാണ്. കൈ കിട്ടിയ പെണ്ണ് പോയാൽ വേറെ പെണ്ണിനെ ഇപ്പൊ കിട്ടൂല. എന്റെ കുട്ടിക്കാലത്ത് പൊര നിറഞ്ഞു നിൽക്കുന്ന ആണുങ്ങളുണ്ടായിരുന്നു, പെണ്ണുങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ പൊര നിറഞ്ഞു നിൽക്കുന്ന ആണുങ്ങളാണ്. ആണായിട്ടോ 10-13 കൊല്ലം കഴിഞ്ഞു, 15-ാം വയസ്സിലാണായി, ഇപ്പൊ 28 വയസ്സായി, ഇപ്പോഴും പെണ്ണിട്ടില്ല. നാട്ടിലെ എല്ലാ പൊരയിലും പോയി പഞ്ചസാരട്ട കളർ വെള്ളം കുടിച്ച് പള്ള പൊട്ടിച്ചു, പെണ്ണില്ല. ഇതാണ് ആഖിർ സമാൻ. അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു കൊന്ത്രമ്പല്ലുള്ള ഒരുത്തിനെ കിട്ടിയാൽ തന്നെ ഇനി അത് കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. യതീംഖാനയിൽ നിന്ന് പെണ്ണ് കെട്ടിപ്പെട്ട ഒരാളെ എനിക്ക് കോഴിക്കോട് ജില്ലയിൽ അറിയാം, ഒരാളെ എനിക്ക് മലപ്പുറം ജില്ലയിൽ അറിയാം. ഇപ്പം നിലവിൽ ഒരാൾ ചാലിയാറിൻ്റെ അക്കരയും ഒരാൾ ചാലിയാറിൻ്റെ അക്കരയാണ്. യതീംഖാനയിൽ നിന്ന് ഏതായാലും നല്ല കുട്ടിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കിട്ടിയത്. ഒന്ന് ഇക്കരുണ്ട്, ഒന്ന് അക്കരുണ്ട്. രണ്ടാക്കും കേസാണ്. ആരാ കേസ് കൊടുത്തത്? ഈ പെണ്ണ്. രണ്ടാളും കേസ്. ഒന്നൊരു കോർട്ട് ഫീസ് സ്റ്റാമ്പ് വാങ്ങിയിട്ട് ഒരു മൈക്ക് പെർമിറ്റിന് വരെ പോലീസ് സ്റ്റേഷനിൽ കയറാത്തോനാ ഒരുത്തൻ. ഓനെതിരെയാണ് കേസ് കൊടുത്തത്. ഓനക്കാരൻ വരെ പരിപാടിക്ക് ഒരു മൈക്ക് പെർമിറ്റിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കയറിയാണല്ലോ. പക്ഷെ പെണ്ണിട്ടിയപ്പോൾ കേസ് കൊടുത്തോളൂ. എന്തേ? ഓള് വിചാരിച്ചത്ര ഓനില്ല, അതുണ്ടാവൂല. ഇന്ന് ഏപ്രിൽ മാസം എത്രയാണ്? 8 ഈ 8 ദിവസത്തിനുള്ളിൽ 3 ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പെണ്ണെട്ടിയിട്ട് 8 കൊല്ലായി, 12 കൊല്ലായി, എൻ്റെ പെണ്ണുങ്ങളിപ്പോൾ ഒഴിവാണെന്നാ പറയുന്നത്. 2 കുട്ടിയുണ്ട്. ഓള് പറയണേ ഒഴിവാണ്, ആവൂല. എൻ്റെ പ്രശ്നം ഒന്നല്ല, എനിക്കൊന്ന് ഫ്രീ ആണ്. പന്ത്രണ്ട് കൊല്ലം ആയവൾ ഡൈവേഴ്സായി. 12 കൊല്ലം 2 കുട്ടികളുണ്ട്, ഡൈവേഴ്സായി. എന്താ കാരണം? ജിവാറാനെ കണ്ടേശിക്കണോ? ഇല്ല. ഇനി ഈ ഏർപ്പാട് എന്നെ കിട്ടൂല, ഞാൻ തിന്നില്ല. എനിക്കിനി ഭാര്യയാകാൻ കഴിയില്ല. ഇനി ഭർത്താവാകാൻ വല്ല ഓപ്പറേഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും, അല്ലാഹു അഅലം. ഇതിനാണ് ആഖിർ സമാൻ അറിയാം. ഇനിയും മഹ്ദി ഇമാം വരുന്നില്ലെങ്കിൽ നമ്മൾ തോട്ടിട്ട് വലിക്കണം. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വേഗം വരും മഹ്ദി ഇമാം. ഏതാണ് 4-5 കൊല്ലത്തിന് മഹ്ദി ഇമാം വന്നിട്ടില്ലെങ്കിൽ പിന്നെ വരേണ്ടി വരില്ല, നമുക്കെല്ലാം കൂടി അങ്ങോട്ട് പോകും. അവിടെ എത്തി, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. 8 കൊല്ലായി. പെണ്ണുങ്ങൾ പറഞ്ഞു ആവൂല, എനിക്ക് നീ ശരിയാവില്ല, ഞാൻ എൻ്റെ കാല് പിടിക്കാം. ഒരുത്തന്നോട് പറഞ്ഞു, ഞാൻ അവളെ കാല് പിടിച്ച് കരഞ്ഞ്. അപ്പോൾ പറഞ്ഞു, കാല് പിടിച്ചിട്ടൊന്നും കാര്യമില്ല, എനിക്ക് ശരിയാവില്ല. നിങ്ങൾ വെറുതെ കരയണ്ട, നിങ്ങൾ കരഞ്ഞിട്ടൊന്നും എൻ്റെ മനസ്സറിയില്ല, എനിക്കിതാവില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതാണ് കാലം, ഇതാണ് കാലം.
തല കൊടുത്ത് ഓരോരുത്തരും ചിന്തിക്കണം. ആ ഒരു കാലത്താണ് നമ്മൾ നോമ്പ് വിൽക്കുന്നത്. ആ കാലത്തെ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. ആ വെള്ളം കുടിച്ചിട്ടാണ് നമുക്ക് സ്വർഗം കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്വലഹ ബിഹി അവ്വലുഹാ. ആദ്യകാലക്കാർ എന്തുകൊണ്ട് നന്നായോ അതിലേക്ക് തിരിച്ചു പോയാലല്ലാതെ അവസാന കാലക്കാരും സ്വാലിഹാവുകയില്ല. ഇത് പറയാനതൊക്കെ പറഞ്ഞു. ആദ്യകാലക്കാർ എന്തുകൊണ്ട് നന്നായോ അതിലേക്ക് തിരിച്ചു പോണം. നന്നാകണ്ടോര് നിസ്കരിച്ചോണ്ട് നന്നാവില്ല, നോമ്പ് വെച്ചോണ്ട് നന്നാവില്ല. ബലൊക്കെ നോമ്പ് വെച്ചോരാ, ബലൊക്കെ നിസ്കരിച്ചോരാ. 5 വക്ത് നിസ്കരിക്കും ഖുർആനോടും, പക്ഷെ ഭർത്താവിനോട് എന്ത് പറയും? ശരിയാവില്ല. ഞാൻ കാല് പിടിച്ചിട്ട് ഭർത്താവ് കാല് പിടിച്ചിട്ടും ഭാര്യ സ്വീകരിച്ചില്ല. അയാളോട് ചോദിച്ച് ഒക്കെ നിസ്കാരല്ലേ? നിസ്കാരമൊക്കെ ഉണ്ട്, പഠിച്ചോനെ പേടിയുണ്ട്, പക്ഷെ ആവൂല. പഴയ കാലത്ത് നിസ്കാരത്തിൽ കള്ള വന്നാലും ഭർത്താവിനെ പേടിയാണ്. ചിലപ്പോൾ ഒത്തൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ ആവും. എന്നാലും ഭർത്താവിനെ കണ്ട തുണിയിൽ മുത്തിരിക്കും, പേടിയാ. അയ്യുമംറാത്തിൻ ത്വലബത് മിൻ സൗജിഹ ത്വലാഖ ഫഅലൈഹാ ലഅനത്തുല്ലാഹ്. ഒരു പെണ്ണ് അവളെ ഭർത്താവിനോട് ത്വലാഖ് ആവശ്യപ്പെട്ടാൽ അവളെ മേൽ അല്ലാഹു ശപിച്ചു. ഫഅലൈഹാ ലഅനത്തുല്ലാഹ്, ഫഅലൈഹാ ലഅനത്തുല്ലാഹ്. അയ്യുമംറാത്തിൻ, ഏത് പെണ്ണും, അതായത് ഏത് പെണ്ണെന്ന് പറഞ്ഞാൽ ഓളെത്ര നിസ്കരിച്ചാലും വേണ്ടില്ല, നോമ്പ് വെച്ചാലും വേണ്ടില്ല, മാസാമാസം ഉംറക്ക് പോയാലും വേണ്ടില്ല, ഓൾ മക്കത്ത് കടന്നുറങ്ങണോളായിട്ടും കാര്യമല്ല. പഠിച്ചവനോടാണ് ഇഷ്ടം കൂടിയിട്ട് ഓൾ മക്കത്ത് റൂമെടുത്ത് പാർക്കുക, അങ്ങനത്തോളായിട്ടും കാര്യമല്ല. ത്വലബത്ത്, അവൾ ആവശ്യപ്പെട്ടു, മിൻ സൗജിഹ, അവളെ ഭർത്താവിൽ നിന്ന്, അത്വലാഖ, നിങ്ങൾ ഇന്നെ ഒഴിവാക്കി തരി, എനിക്കിതിനാവൂല എന്ന് പറഞ്ഞാൽ ഫഅലൈഹാ ലഅനത്തുല്ലാഹ്, അവളെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടായിരിക്കും. അയ്യുമംറാത്തിൻ, ഏതൊരു പെണ്ണെന്ന് പറഞ്ഞാൽ എന്തായ അർത്ഥം? ഓളെ എവിടെ പാർത്താലും വേണ്ടില്ല, ഓള് ബൈത്തുൽ മുഖദ്ദസിലെ മെഹ്റാബിൽ പാർക്കാണ്. അവള് സംസം കിണറിന്റെ കരിയിലാണ് പാർക്കണേ. എന്തേ? അതിന് തന്നെ കുടിക്കും വേണം, കുളിക്കും വേണം, വേഗം ഇടക്കിടക്ക് ഹജറുൽ അസ്വദ് പോയി മുത്തുമാണ്. അതിന് സൗകര്യത്തിനാണ് അവര് സംസം കിണറിന്റെ അവിടെ റൂം വാങ്ങി പാർക്കണത്. അങ്ങനെയാണെങ്കിലും ഭർത്താവിനോട് ത്വലാഖ് ആവശ്യപ്പെട്ടാൽ ഫഅലൈഹാ ലഅനത്തുല്ലാഹ്, അവളെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടായിരിക്കും എന്ന് പുണ്യ റസൂൽ. നിങ്ങൾ ഇന്നലെ ഒഴിവാക്കി തന്നറിയും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, കഴിഞ്ഞ് കട കഴിഞ്ഞ്. നാലഞ്ച് കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തിന് അങ്ങനത്തെ ഒരു ഏർപ്പാടേ ഉണ്ടാവില്ല. പെണ്ണുങ്ങൾ പുറത്തും ആണുങ്ങൾ അകത്തുമായിരിക്കും. ഭർത്താവും ഭാര്യയും തമ്മിൽ ത്വലാഖായിട്ടില്ലെങ്കിൽ തന്നെ ഇടക്കിടക്ക് ഓള് പൊരിയിൽ വരുമ്പോളെ കാണാൻ കഴിയും, അത്രയേ ഉള്ളൂ. 2030 ആകുമ്പോഴത്തേനും അങ്ങനെയാവും. നിങ്ങളിങ്ങനെ എന്നെ നോക്കി പേടിപ്പിക്കണ്ട, അങ്ങനെ തന്നെ ഇരിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പണ്ടത്തെ കാലത്ത് പെണ്ണുങ്ങളിൽ നിന്നാണ് യാസീനോട് മുപ്പരന്ന് വന്നെങ്കിൽ മതിയായിരുന്നു റബ്ബേ. ഞാണുങ്ങൾ പരിയിൽ നിന്ന് യാസീനോട് തുടങ്ങും, ഉണന്ന് വന്നെങ്കിൽ മതിയായിരുന്നു. എല്ലാ അട്ടിമറിയും അട്ടിമറിഞ്ഞു. ഇതെല്ലാം ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? പഴയതിലേക്ക് തിരിച്ചു പോകണം. പഴയകാല സ്വാലിഹീങ്ങൾ എങ്ങനെ ജീവിച്ചോയിലേക്ക് മടങ്ങിപ്പോണം. അപ്പൊ എന്തായ പഴയകാലത്തെ ആളുകൾ എന്ത് ചെയ്തു നന്നാക്കാൻ? അവരല്ലാഹനെ പഠിച്ചു, അവരല്ലാഹുവിനെ പഠിച്ചു. പിന്നെ
അവര് ഹബീബായ മുഹമ്മദ് മുസ്തഫ അള്ളാഹിനെ പഠിച്ചു, റസൂലിനെ പഠിച്ചു. അതന്നെ അങ്ങനെ രക്ഷപ്പെട്ടു. അവർ അള്ളാഹിനെ പഠിച്ചു, അള്ളാഹിനെ പറ്റി പറഞ്ഞു, അള്ളാഹിനെ പറ്റി ചിന്തിച്ചു. അള്ളാന്ന് കയറണം, അള്ളാ. അതന്നെ അള്ളാഹുവിനെ ഓർത്തു, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അള്ളാഹിനെ ഓർത്തു, കണ്ണൊലിച്ചു. അവൻ രക്ഷപ്പെടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. പൊട്ടി പൊട്ടി കരഞ്ഞു. അതുകൊണ്ട് വളരെ ചിന്തിക്കണം. ഇനിയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായ കാലഘട്ടമാണ്. ആ അപകടവും പ്രയാസവും നമുക്കിനി കണക്കാക്കാൻ കഴിയില്ല. നന്മയിൽ മുഴുവനും പുഴുക്കുത്തു വീണുപോയി. നന്മയുടെ എല്ലാ നന്മയും നഷ്ടപ്പെട്ടുപോയി. ഇന്ന് ദീൻ എന്ന് പറഞ്ഞാൽ വെണ്ണ എടുത്തിട്ട് പാലൊരാൾ നമുക്ക് തന്നാൽ എങ്ങനെയുണ്ട്, അങ്ങനെയാണ്. അതിൽ വെണ്ണല്ല. വെണ്ണയില്ലാത്തോളം പാൽ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല, വയറ്റിന് പോലുണ്ടാവും. അത്രേ ഉള്ളൂ. വെണ്ണ എടുത്ത പാൽ കുടിച്ചാൽ വയറ്റിന് പോകും, വേറൊരു കാര്യം ഉണ്ടാവില്ല. ഇന്ന് ദീൻ അങ്ങനെയാണ്. ഇന്നത്തെ ദീൻ വെണ്ണയില്ലാത്ത പാല് പോലെയാണ്, എണ്ണയില്ലാത്ത എള്ളു പോലെയാണ്, ലഹരിയില്ലാത്ത കള്ളു പോലെയാണ്. ഒന്നുമില്ല. വളരെ ചിന്തിക്ക്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഖൽബിനുള്ളിൽ അള്ളാഹ് ഇല്ലാതെ കഴിഞ്ഞാൽ ഇമാന്റെ കാറ്റ് പറഞ്ഞു. ഇമാനില്ല, നിസ്കാരമുണ്ട്, നിസ്കാരമുണ്ട്, ഈമാനില്ല. നോമ്പുണ്ട്, ഈമാനില്ല. ദിക്റുണ്ട്, ഈമാനില്ല. ഹജ്ജുണ്ട്, ഈമാനില്ല. ഉംറയുണ്ട്, ഈമാനില്ല. സദഖയുണ്ട്, ഈമാനില്ല. സക്കാത്തുണ്ട്, ഈമാനില്ല. എല്ലാം ഉണ്ട്, ഈമാൻ മാത്രമില്ല. എല്ലാം ഉണ്ട്, ഈമാനില്ല. ഈമാൻ പറഞ്ഞുപോയി, ഈമാനില്ല. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ. ഇങ്ങോട്ട് നോക്ക്. എന്താണ് ഇനി പരിഹാരം? നന്മയിലേക്ക് മടങ്ങുക. അതന്നെ. മുൻഗാമികൾ എങ്ങനെയാണ് നന്നായത്? മുൻഗാമികൾക്ക് നന്നാകാൻ ഒരു കാരണമുണ്ട്. ആ കാരണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങളോട് പറയുന്നത്. ഒരു സാധനം നമ്മൾ കയറ്റി വെക്കണം തടിക്ക്, എന്നാൽ നന്നാവും. ആ സാധനം ഇല്ലെങ്കിൽ നന്നാവില്ല. ഇത്ര പോകുന്നൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. ഈ ഫോണിൻ്റെ ഉള്ളിൽ ചിപ്പ് ഉണ്ടാവും. ഫോൺ ഇത്ര എളുപ്പമുണ്ടാവും, ചിപ്പ് ഇത്ര ഉണ്ടാവും. നിങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി മറ്റൊരുമാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ചിപ്പ് കയറും. ഇല്ലെങ്കിൽ പിന്നെ മുറ്റത്ത് തേങ്ങ ഉണക്കാൻ ഇട്ട് കൊടുത്ത് പൂച്ചക്കുട്ടികളോ കോഴിക്കളോ വരികയാണെങ്കിൽ എറിയാൻ പറ്റും, വേറെ ഒന്നും എന്ത് പറ്റില്ല. എറിയ. ചിപ്പില്ലെങ്കിലോ ഇതൊരു കല്ലിൻ്റെ ഉപയോഗമുള്ളൂ. ചിപ്പത്രേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് ഞാൻ പറഞ്ഞുതരാം. എല്ലാ നിസ്കാരമുണ്ട്, ഈമാനില്ല. നിസ്കാരമുണ്ട്, ഈമാനില്ല. നോമ്പുണ്ട്, ഈമാനില്ല. തറാവീഹുണ്ട്, ഈമാനില്ല. ഖുർആനുണ്ട്, ഈമാനില്ല. മുപ്പത് ദിവസം നോമ്പോറ്റ് ഖുർആനോടി ഓളാണ് പിന്നീട് മാധവന്റെ പോടിപ്പോയത്. ശവ്വാൽ മാസത്തിൽ ഓളെ വാപ്പൻ എന്നോട് പറഞ്ഞു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അവൻ പകൽ നിസ്കാരം ഓത്തു. പിന്നെ നമ്മൾ തെറ്റിദ്ധരിക്കും ഉസ്താദ്. ഓത്തുണ്ട്, എന്തില്ല പറയേ, ഈമാനില്ല. ഒത്തുണ്ട്, ഈമാനില്ല. തറാബിയുണ്ട്, ഈമാനില്ല. നിസ്കാരമുണ്ട്, ഈമാനില്ല. കണ്ട് ഈമാനില്ല. എന്താണ് പ്രശ്നം?
അതൊക്കെ ഇനി ഒരു സാധനം എത്ര പോകുന്നൊരു സാധനം കയറ്റി വെക്കണം. അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇതിക്കൊരു സാധനം ഇങ്ങനെ കയറ്റി വെക്കണം. എന്നാൽ അതിലൊക്കെ ഇല്ല. നിസ്കാരത്തിൽ ഇങ്ങോട്ട് നോക്കി കാര്യം പറയുമ്പോൾ ഉറങ്ങരുത്. ഏതൊരു മനുഷ്യനെയും സ്വാലിയാക്കുന്ന ഒരു കാരണമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇന്ന് സ്വാലിയോ കാരണമുണ്ട്. അങ്ങനത്തെ ഒരു ചിപ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് തരാം എല്ലാവർക്കും. അതാണ് കയറ്റിച്ച ഇപ്പൊ സാലിയാന്ന് പേരുണ്ടാകല്ല. സാലിയാന്ന് ബാപ്പ പേരിട്ടാ സാലിയെന്ന് പേര് പറയും. സാലിയെ ആള് സാലിയെ കൊടുക്കുന്നില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് ഔലിയപ്പാപ്പയാണെങ്കിൽ ഞാൻ മരുന്ന് പറഞ്ഞുതരാം. ഇതിനുള്ള കയറ്റം ഇന്നുച്ച മോൻ സ്വാലിയോ ഔലിയപ്പാപ്പയോ അങ്ങനത്തെ സാധനം ഞാൻ കോഴിക്കോട്ട് നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ തരാം. നിങ്ങൾക്ക് ഔലിയപ്പാപ്പയാണോ? എൻ്റെ അടുത്ത് സാധനമുണ്ട്. ഇപ്പം തരാം. നിങ്ങൾ ഔലിയാകണം. അപ്പത്തരാ ഔലിയാകാം. ആരും ഔലിയപ്പാപ്പയാകാം. കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കൺമഞ്ഞാണിങ്ങളെ കൽഭാഗം എന്നോ വേറൊരാളെ കൽബിൻ്റെ ഉള്ളത് കാണാൻ കഴിയും. ചെറിയൊരു സാധനം കയറ്റിവെക്കണം. അതിൻ്റെ കയ്യിലുണ്ട്. അതിന് നിങ്ങൾ 313 ഗൂഗിൾ പേ ചെയ്യുന്നു വേണ്ട. അത് തരാൻ വേണ്ടി നിങ്ങൾ 313 ഗൂഗിൾ പേ ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. അതിനാവൂല എന്ന് മാത്രം പറയരുത്. ഇത്ര പതിവ് സാധനം മുത്തുനബി പറഞ്ഞു. അവർക്ക് പറയാം, മുത്തുനബി പറഞ്ഞു. ഇപ്പൊ പറയും, കാര്യം പറയും. ഏതിനാണ് മാനവും ദേശം കയറ്റി അതുണ്ടെങ്കിൽ പിന്നെ നിനക്ക് കുറഞ്ഞ നിസ്കാരം മതിയോ? കുറഞ്ഞ നോമ്പ് മതിയോ? റമദാൻ മാസം നോമ്പ് എടുക്കുക. സഹാബികളെല്ലാവരും എല്ലാ ദിവസവും നോമ്പ് വെച്ചിരിക്കും. നമുക്ക് എന്നും നോമ്പാണ്. ഞായറാഴ്ച റമദാൻ അവസാനിച്ചു. അപ്പൊ തിങ്കളാഴ്ച നമുക്ക് വേദനയായി. സഹിക്കാൻ കഴിയുന്നില്ല. കാരണം നമുക്ക് തിങ്കളാഴ്ച നോമ്പുണ്ട്. പെരുന്നാളാകുമ്പോൾ നോമ്പ് വിൽക്കൽ ആറാമല്ലേ? അപ്പൊ തിങ്കളാഴ്ച പെരുന്നാളായതിനുള്ള വേദന എനിക്ക് സഹിക്കണില്ല. ഹജ്ജാജ് വേദനയാണ്. എന്താ പണി പള്ളിയിൽ നിന്നാണെങ്കിലും മൊബൈലിൽ മാന്തുക. ബാങ്ക് കൊടുത്താൽ ഇക്കാമത്തിനടിയിൽ ഒന്ന് അങ്ങോട്ടും മാന്തും. ഇതൊന്നും ആവശ്യമില്ല. ചിലപ്പോൾ സാധാരണ തനിമക്ക് കയറ്റിയേക്കാം. എന്താണെന്നറിയോ? അറിയോ? ഏതൊരു മനുഷ്യനെയും നന്നാക്കാൻ അള്ളാഹു റസൂൽ വഴി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദിക്റുൽ മൗത്തിനെ അധികരിപ്പിക്കുക. ഹത്താ ഇദാ ദക്കറ മൗതഹു ഫിൽ യൗമി 20 മറ ഫയകൂന മിന സ്വാലിഹീൻ. 20 വട്ടെങ്കിലും ഞാൻ മരിക്കാനായിട്ടുണ്ട് എന്നൊരു ദിവസം ഓർത്താൽ അവൻ സ്വാലിഹാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബസ് അതന്നെ. അൽ മൗത്ത് തരുള്ളൂ. അൽ മൗത്ത് മരണം തന്നെ. മരിക്കും. അടുത്ത് മരിക്കാൻ പോവാണ്. ഞാൻ മരിക്കാണ്. ബാക്കിയൊക്കെ 30 അങ്ങനെയൊക്കെ ഹദീസ്. ഇവിടെ അക്സിറൂണ പെരുപ്പിക്കുക. എപ്പോഴും പറയാനുണ്ട് ഞാൻ മരിക്കാനായി, ഞാൻ അടുത്ത ദിവസം മരിക്കും.
ശ്രദ്ധിക്കട്ടോ, മൊബൈൽ ഓഫാക്കി. ആണുങ്ങളെ പെണ്ണുങ്ങളെ ഇന്ന് സ്വാലിഹാവുക. ഇന്ന് സ്വാലിഹാവാൻ എന്താണ് മാർഗം? അള്ളാന്റെ ഹബീബ് മാർഗം പറഞ്ഞു. എന്ത് സ്വാലിഹാവാൻ? ഒരേ ഒരു മാർഗമുള്ളൂ. നീ മരിക്കുന്നത് നീ ചിന്തിക്കുക. നീ മരിക്കണം, നീ ചിന്തിക്കണം. മയ്യത്തിന്റെ പിന്നാലെ നടന്നൊരു കാര്യമല്ല. മയ്യത്തിന്റെ പിന്നാലെ പോവും ചിരിച്ചിട്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. മരിച്ച മയത്തിനെപ്പോൾ നമ്മൾ വർത്താനം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോകും. ബാപ്പ മരിച്ചിട്ട് മകനും ചങ്ങായിനോട് വർത്താനം പറഞ്ഞ് ചിരിക്കണത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. കോഴിക്കോട് ഇല്ലേ, ആ തന്തക്ക് അയാനൊരു ചങ്ങായി ഒരു മകൻ മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ ഓർത്തു ഈ പഠിച്ചോനെ റാലിമാക്കിയിരുന്നെങ്കിൽ ജയിച്ചു. വലിയ മുതലാളിയാണ്, ബാപ്പി മുതലാളിയാണ്. മകൻ വർത്താനം പറഞ്ഞ് ചിരിച്ചങ്ങനെ പോവുക. അങ്ങനെ കണ്ടു പഠിച്ചോനെ. നഷ്ടം, ഇല്ല നഷ്ടം. അള്ളാനെ പേടിക്കുന്ന ഒരു ആലിമായിരുന്നെങ്കിലോ മകൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്കേ. അപ്പോൾ ബാപ്പാന്റെ മയ്യത്തിന്റെ പിന്നാലെ പോയിട്ടും നന്നാവൂല. ഈ നിന്റെ മയ്യത്തിന്റെ പിന്നാലെ പോകണം. കട്ടിലെ എന്നെ കൊണ്ടുപോവുക, ഇജ്ജി പിന്നാലെ ഇറക്കുക. നിന്റെ മനസ്സിൽ അപ്പം ചെന്നാവും. എന്നിട്ട് ഇജ്ജെന്നെ കുഴിച്ചിടുക. നെന്നെ എന്നിട്ട് ഇജ്ജെന്നെ മൂടല്ലേക്ക. എന്നിട്ട് ഇജ്ജെന്നെ ഉള്ളിൽ കരങ്ങി ഇരിക്കുക. അപ്പച്ചി കരിയും. അപ്പച്ചി ഉള്ളിലായി. ലോക്കാക്കട്ടെ. അതന്നെ എപ്പോഴാ മരിക്കണം. ഇതല്ലാതെ മനുഷ്യൻ നന്നാകാൻ ഒരു വഴിയില്ല. അതുകൊണ്ടാണ് മൗത്തിനെ അള്ളാഹു രഹസ്യമൊക്കെ ചെയ്ത് ജനങ്ങൾ സാരിയാകാൻ വേണ്ടിയാണ്. 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത് എന്ന് എനിക്ക് പറയുമെങ്കിൽ 9 കൊല്ലം കുതിര വിടൂല. എനിക്ക് പറഞ്ഞ് മനസ്സിലായോ? കള്ളും തോന്നിയാസവും എല്ലാ കുന്തവും കുറച്ചൊക്കറവും ഒക്കെ ഉണ്ടാവും. 9 കൊല്ലം കഴിഞ്ഞാൽ മക്കത്തേക്കാണ് പോകും. എന്നിട്ട് ഒരു ഇരുത്തം. ഇക്കൊല്ലം ഏതായാലും മരിക്കുക. ഞാൻ നന്നാ തീരുമാനിച്ചു. ഞാൻ നന്നാകാൻ കൊല്ലം മരിക്കും. 9 കൊല്ലം കുതിര വിടും. അതേ സമയത്ത് ഓരോ സെക്കൻഡിൽ വിചാരിച്ചു എന്ത് മിക്കവാറും തന്നെയാണ് മരണം. മിക്കവാറും തന്നെയാണ്. ഞാൻ മരിക്കും. ഞാൻ ഈ റമളാൻ അവസാനിക്കൂല, ഞാൻ മരിക്കും എന്ന് വിചാരിക്കണോന്റെ അല്ലാഹുമ്മ ഇന്നക അഫൂനൊരു ബലുണ്ടാവും. കാരണം ഇനി റമളാനുമില്ല, ഇനി ഇന്നക അഫൂല്ല. ആണോ അല്ലേ? പറയും മനുഷ്യന്മാരെ. അതന്നെ. അല്ലാതെ എത്ര സദക്ക കൊടുത്തിട്ടും കാര്യമില്ല. സദക്ക കൊടുക്കുമ്പോൾ ഫോട്ടോഗ്രാഫറേയും കൊണ്ടുപോവുക. ഒരാൾക്ക് സദക്ക കൊടുക്കണം, ഫോട്ടോഗ്രാഫർ ഉണ്ട്. അപ്പം അയാൾക്ക് പൈസ ഇല്ല. അപ്പം അയാൾ കാലി കവർ വാങ്ങിയിട്ട് കൊടുത്തു. ആ സ്റ്റേജിൽ ഞാനുണ്ട്. നാട്ടിലൊക്കെ വിചാരിച്ച് വലിയ പൈസ കൊടുത്തിരുന്നതാണ്. ഞാൻ ആ സ്റ്റേജിലുണ്ട്. നടക്കുന്നത് കോഴിക്കോട്. ഞാനത് കണ്ട ആളാണ്. പൈസ ഇല്ല. അത് വലിയ ആളാണ്, കയ്യിലപ്പോൾ പൈസ ഇല്ല. ഫോട്ടോഗ്രാഫർ സ്ഥലത്തുണ്ട്. പിറ്റേന്ന് അത് പത്രത്തിൽ വന്നത് ഞാൻ കണ്ടതാണ്. 10 പൈസ ഇല്ല. ഇത് ഇന്ന് മരിക്കുകയാണെങ്കിൽ ഈ കളി കളിക്കൂല. മനസ്സിലായി? ഒക്കെ ഞാൻ കണ്ടതാ. ഇതൊക്കെ ഞാൻ കണ്ടതാ. ഞാൻ എല്ലാ നാടകം കണ്ടിറങ്ങി പോന്നതാ. അതുകൊണ്ട് എനിക്കെല്ലാം തിരിയും. റബ്ബിൻ്റെ സഹായങ്ങൾ ഒക്കെ നാടകം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ നാടകമാണെന്നാണ്. ഈ സ്റ്റേജിൽ കൂടി കാട്ടുന്നത് മുഴുവൻ നാടകമാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ഞാൻ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ.